ജേക്കോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തേനീച്ച വളർത്തൽ ഉപകരണങ്ങൾ പരിചയപ്പെടുക എന്ന ലക്കത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബീ ബോക്സ് അഥവാ തേനീച്ചപ്പെട്ടിയെയാണ്. ഈ ക്ലാസ് തുടക്കക്കാരെ ഉദ്ദേശിച്ചുള്ള ക്ലാസ് മാത്രമാണ്. മറ്റുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ് കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. ഒരു തേനീച്ചപ്പെട്ടിക്ക് സാധാരണയായി 5 സാധനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 1 അടിപ്പലക അല്ലെങ്കിൽ ബോട്ടം ബോർഡ്, 2 അടിപ്പെട്ടി അഥവാ ബ്രൂഡ് ചേമ്പർ, 3 മേൽത്തട്ട് അഥവാ ഹണി ചേമ്പർ, 4 മേൽമൂടി അഥവാ ടോപ്പ് കവർ, 5 ചട്ടങ്ങൾ അഥവാ ഫ്രെയിംസ്. ഇത്രയുമായിരിക്കും ഒരു ന്യൂട്ടൺ ബോക്സ് പെട്ടിയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അവ നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഒരു ബി ബോക്സിലെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് പ്രത്യേകമായി പരിചയപ്പെടാം. ഇതാണ് അടിപ്പലക. എല്ലാ തേനീച്ചപ്പെട്ടികളിലും അടിയിൽ കാണുന്ന ഒരു പലകയാണ് അടിപ്പലക എന്ന് പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ ബോട്ടം ബോർഡ് എന്ന് പറയും. ബോട്ടം ബോർഡ് അല്ലെങ്കിൽ അടിപ്പലയ്ക്ക് മുകളിലായിട്ട് വരുന്നതാണ് ബ്രൂഡ് ചേമ്പർ. ബ്രൂഡ് ചേമ്പറിൽ സാധാരണയായി 6 ഫ്രെയിമുകൾ ഉണ്ടായിരിക്കും. ആ ഫ്രെയിമുകൾ നമുക്ക് ഒന്ന് കാണാം. ഇതാണ് ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് തേനീച്ചകൾ അടകെട്ടി കുഞ്ഞുങ്ങളെ വിരിക്കുന്നതും റാണിയൊക്കെ ഉണ്ടാകുന്നത് ഈ ഫ്രെയിമിലാണ്. ബ്രൂഡ് ചേമ്പറിന് മുകളിലായി വരുന്ന പെട്ടിയാണ് ഹണി ചേമ്പർ അഥവാ മേൽത്തട്ട് എന്ന് പറയുന്നത്. മേൽത്തട്ടിൽ സാധാരണയായി 4 ഫ്രെയിമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പെട്ടിയിൽ 5 ഫ്രെയിം ഉണ്ടായിരിക്കും. 4 ഫ്രെയിമാണെങ്കിൽ അതിൽ കൂടുതൽ തേനുകൾ ഉണ്ടാകും. 5 ഫ്രെയിം ആയാലും കുഴപ്പമില്ല. നമ്മുടെ ഈ ന്യൂട്ടൺ ബോക്സിൽ 5 ഫ്രെയിമാണ് ഉള്ളത്. ഇത് ബ്രൂഡ് ചേമ്പറിലെ ഫ്രെയിമിനേക്കാളും അല്പം കൂടെ ചെറുത് ആയിരിക്കും. ഇതാണ് മേൽമൂടി അഥവാ ടോപ്പ് കവർ എന്ന് പറയും. ഇത് ഉപയോഗിച്ചാണ് ഈ ബോക്സ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനതിന് റിപ്ലൈ തീർച്ചയായും നൽകുന്നതാണ്. താങ്ക് യു.